ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണാ ലളിതാ ശ്രീവിശാഖാമിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരോഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഓക്കെ, ഭഗവത്ഗീത അധ്യായം 5 ശ്ലോകം 6. ഇപ്പോൾ കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ, അതാണ് നമ്മുടെ ടൈറ്റിൽ, ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. സോ നമ്മൾ ഇനി പഠിക്കുന്നതും നമ്മൾ കർമ്മയോഗം ഓൾറെഡി 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആണ് ഇവിടെ. കൂടുതൽ വിസ്താരമായിട്ട് ഭഗവാൻ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു 5ാമത്തെ അധ്യായത്തിൽ. അപ്പം നമ്മൾ കണ്ടു കർമ്മയോഗ കർമ്മസന്യാസത്തെക്കാൾ ബെറ്ററാണ് കർമ്മയോഗം എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. കർമ്മയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കർമ്മം ചെയ്യുന്നു, എന്നാൽ ഡിറ്റാച്ച്മെൻറ്റോട് കൂടിയിട്ട്, ആ കർമ്മം ചെയ്തതിൻ്റെ ഫലം പ്രതീക്ഷിക്കാതെ, അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുന്നു. കർമ്മസന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കർമ്മത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നത്, അതായത് കർമ്മം ചെയ്യാതിരിക്കുന്നത്. കർമ്മം ചെയ്യാതിരിക്കുന്നത് ആ ഒരു ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ റിയാക്ഷൻ വരും എന്ന് പേടിച്ചിട്ടാണ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് നല്ലൊരു ഓപ്ഷനാണോ? ഭഗവാൻ പറയുന്നത് നല്ല ഓപ്ഷനല്ല. നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കർമ്മം ചെയ്യുക, എന്നാൽ വിരക്തിയോട് കൂടിയിട്ട് കർമ്മം ചെയ്യുക. അതിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, അതൊരു ഡ്യൂട്ടി ആയിട്ട്, ഭഗവാന്റെ സേവനമായിട്ട് കണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളത് വിദ്വേഷം കൂടാതെ, അതാണ് 3ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. ന ദ്വേഷ്ടി ന കാംക്ഷതി, ഒന്നും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ അത് ചെയ്യുവാൻ ഒരു വിദ്വേഷത്തോട് കൂടിയിട്ടല്ലാതെ പ്രോപ്പറായിട്ട് നമ്മളൊരു ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിന് റിയാക്ഷൻ ഉണ്ടാവില്ല എന്നും പറഞ്ഞു. പിന്നെ ഫൈനലി ഭഗവാൻ പറയുന്നു കർമ്മയോഗവും സന്യാസവും തമ്മിൽ ശരിക്ക് പറയുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി കർമ്മസന്യാസവും കർമ്മയോഗവും അൾട്ടിമേറ്റ്ലി അതിൻ്റെ റിസൾട്ട് വരുന്നത് എന്താണ്? രണ്ടും ഒന്നാണെന്ന് പറയുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 വഴികളാണെന്ന് മാത്രം. ഒന്ന് സാഖ്യയോഗം, അല്ലെങ്കിൽ കർമ്മസന്യാസം എന്ന് പറയുന്നത്. അതായത് ഭൗതിക പ്രകൃതിയുടെ മൂലകങ്ങളെക്കുറിച്ചുള്ള പഠിക്കൽ, അല്ലെങ്കിൽ അത് അതിൻ്റെ അറിവുകൾ ശേഖരിക്കൽ, അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പഠിക്കുന്നത്, ഇതൊക്കെയാണ് സാഖ്യയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സാഖ്യയോഗം, ജ്ഞാനയോഗം, കർമ്മസന്യാസം, ഇത് 3ഉം ആക്ച്വലി നമുക്കൊരു അംബ്രല്ലയുടെ അടിയിൽ പറയാവുന്ന കാര്യങ്ങളാണ്.
സാഖ്യയോഗവും ജ്ഞാനയോഗവും എന്താണെന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്, അതായത് ശരീരത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ഭൗതിക മൂലകങ്ങളെയും കുറിച്ചുള്ള ആ പഠനത്തെ ഒക്കെ സാഖ്യയോഗത്തിൻ്റെ കാറ്റഗറിയിൽ വരും. എന്തിനാണ് എന്നിട്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നു, ഓ ഈ ഭൗതിക ലോകത്തിൻ്റെ നേച്ചർ ഇതാണ്, അതുകൊണ്ട് നമ്മൾ ഇതിൽ അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ അതിന് റിയാക്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ റിയാക്ഷൻ വേണ്ട, എനിക്ക് റിയാക്ഷൻ വേണ്ട, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കുന്നു. അതിലേക്കാണ് അവസാനം എത്തുന്നത്, അല്ലേ? അത് ബേസിക്കലി അങ്ങനെയാണ് റിനൗൺസിയേഷൻ അല്ലെങ്കിൽ വിരക്തിയിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൻ്റെ ആ ഒരു കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും താൽക്കാലികമാണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം, പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് റിയാക്ഷൻ വരും, എനിക്കിവിടെ നിൽക്കണ്ട, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകമായിട്ട് കണക്ഷൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ പിന്നെ കർമ്മം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ. ഇനി അതാണ് സാഖ്യയോഗവും കർമ്മസന്യാസവും തമ്മിലുള്ള കണക്ഷൻ പറയുന്നത്. ഓക്കെ. പിന്നെ ജ്ഞാനയോഗം എന്താണ്? ജ്ഞാനയോഗം ആക്ച്വലി ജ്ഞാനം എന്ന് പറയുന്നത് നോളജ്, അല്ലേ? ആ നോളജ് അഗെയിൻ നോളജ് അബൌട്ട് വാട്ട്? എന്തിനെക്കുറിച്ചുള്ള നോളജ്? ആത്മാവിനെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, ഭൗതിക മൂലകങ്ങളെക്കുറിച്ച്. അഗെയിൻ സാഖ്യയോഗമായിട്ട് കണക്റ്റഡ് ആണ്. ആ ജ്ഞാനം കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ആക്ച്വലി ജ്ഞാനം നമ്മളെ എത്തിക്കുന്നത് എന്തിലേക്കാണ്? അവസാനം എത്തിക്കുന്നത് ഈ മൂലകങ്ങളെയൊക്കെ പഠിച്ചു. മൂലകങ്ങൾ എവിടെ നിന്നു വന്നു? മൂലകങ്ങൾ ഭഗവാനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഭഗവാൻ ആരാണ്? പരമദൈവോത്തമ പുരുഷനാണ്. അങ്ങനെ അവസാനം അവിടേക്ക് ഭഗവാനിലേക്ക് തന്നെയാണ് ഇതെല്ലാം എത്തുന്നത്. ഇപ്പോൾ ബേസിക്കലി സാഖ്യയോഗമാവട്ടെ, ജ്ഞാനയോഗമാവട്ടെ, കർമ്മസന്യാസമാവട്ടെ, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി എത്തിക്കുന്നത് ഭഗവാനിലേക്ക് തന്നെയാണ്. നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നത് അടുത്ത കാറ്റഗറി, രണ്ടാമത്തെ. അതിനെയാണ് കർമ്മയോഗം. കർമ്മയോഗത്തെ ഐതർ കർമ്മയോഗം എന്ന് പറയും, ചില സമയങ്ങളിൽ നമ്മൾ നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. നിഷ്കാമ കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആക്ച്വലി ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മൾ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിൻ്റെയും മൂല കാരണം, റൂട്ട് എന്ന് പറയുന്നത് ഭഗവാനാണ്. അദ്ദേഹത്തെ സെർവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ചെടികളിലോ മരത്തിലോ മരത്തിൻ്റെ കടക്കിൽ അല്ലെങ്കിൽ ചെടികളുടെ കടക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ ആണ്. അതെല്ലാം മനസ്സിലാക്കി അപ്പോൾ സർവീസാണ് ചെയ്യേണ്ടത് അംശമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും വിരക്തിയോട് കൂടിയിട്ട് ആ കർമ്മത്തിൻ്റെ ഫലം പ്രതീക്ഷിക്കാതെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്നതിനെയാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും സിമിലാരിറ്റിയും. രണ്ടും നമ്മളിവിടെ പറഞ്ഞു. രണ്ടും തമ്മിലുള്ള വ്യത്യാസവും, ബട്ട് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഭഗവാനിലേക്കാണ് എത്തിക്കുന്നത്. ഏത് യോഗ പ്രോസസ്സ് ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് ഫൈനലി കൾമിനേറ്റിംഗ് ടു കൃഷ്ണ ഓൺലി. പ്രോസസ്സ് വഴികൾ വ്യത്യാസമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ദുബായിക്ക് പോകാൻ പല റോഡുകളും ഉണ്ടാവും, പല റൂട്ടുകളും ഉണ്ടാവും. റോഡ് വേറെ ആയിക്കോട്ടെ, പക്ഷേ ഡെസ്റ്റിനേഷൻ സെയിം ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില റോഡ് ഒരുപാട് വളഞ്ഞതാണ്, ഒരുപാട് വൈകിട്ടാണ് എത്തുന്നത്. ചിലത് സ്ട്രെയിറ്റ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് എത്തുന്നു. അപ്പോൾ നമ്മൾ എളുപ്പമുള്ള വഴി ആണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വഴിയാണ് എപ്പോഴും സ്വീകരിക്കുന്നത്. ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതാണ് കർമ്മയോഗമാണ് ബെറ്റർ. അർജുനോട് പറയുന്നത് നിന്നെ സംബന്ധിച്ച് കർമ്മയോഗമാണ് നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ആറാമത്തെ ശ്ലോകത്തിൽ നോക്കാം. സന്യാസസ്തു മഹാബാഹോ ദുഃഖം ആപ്തും അയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നാചിരേന്ദ്രാഗ്നി ഗച്ഛതി. ശ്ലോകം വായിക്കൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ പ്രഭു. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ നചിരേണാധിഗച്ഛതി. ഹരേ കൃഷ്ണ. വായിക്കൂ.
സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തൂമയോ ഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ ആരെങ്കിലും. യെസ്. എല്ലാ കർമ്മങ്ങളും തിരിച്ചുനിർത്തി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാതെ ആത്മസന്തുഷ്ടി നേടാനാവില്ല. ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും. ഭാവാർത്ഥം: സന്യാസികൾ രണ്ടു വിധമുണ്ട്. സാഖ്യ സിദ്ധാന്ത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മായാവാദികളും ഭാഗവത തത്വശാസ്ത്രം പഠിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വൈഷ്ണവ സന്യാസികളും. വേദാന്ത സൂത്രങ്ങളുടെ ശരിയായ ഭാഷ്യമാണ് ഭാഗവത തത്വശാസ്ത്രം. മായാവാദികളും വേദാന്ത സൂത്രവും പഠിക്കാറുണ്ട്. എന്നാൽ അവരുടേതായ സ്വതന്ത്ര വ്യാഖ്യാനമാണ് അതെന്നു മാത്രം. ശാരീരിക ഭാഷ്യം എന്ന പേരിൽ ശ്രീ ശങ്കരാചാര്യർ ഉള്ളതാണ് അത്. പാഞ്ചരാത്രിക നിബന്ധനകൾക്കനുസരിച്ച് ഭക്തിയുത ഭഗത് സേവനത്തിൽ മുഴുകിയിരിക്കുന്നവരാണ് ഭാഗവത വിഭാഗത്തിൽപ്പെട്ട വൈഷ്ണവ സന്യാസികൾ. അതുകൊണ്ട് ദിവ്യങ്ങളും ഭഗവത് സേവനാപരങ്ങളുമായ വിവിധ കർമ്മങ്ങളിൽ അവർ ഏർപ്പെടുന്നു. ഭൗതിക പ്രവർത്തനങ്ങളുമായി അവർക്ക് ബന്ധമൊന്നുമില്ല. എങ്കിലും അവർ വിവിധ ഭക്തിയുത സേവന കർമ്മങ്ങളിൽ നിരതരാകുന്നു. എന്നാൽ സാഖ്യ വേദാന്ത പഠനങ്ങളിലും ഊഹാപോഹങ്ങളിലും മുഴുകിയിരിക്കുന്ന മായാവാദി സന്യാസികൾക്കാകട്ടെ ദിവ്യമായ ഭഗവത് സേവനം ആസ്വദിക്കാൻ സാധ്യമല്ല. അവരുടെ പഠന ഗവേഷണങ്ങൾ ക്ലേശകരമായതുകൊണ്ട് ബ്രഹ്മതത്വ ഊഹാപോഹങ്ങളാൽ ക്ഷീണിക്കുകയും ശരിയായ അർത്ഥഗ്രഹണത്തോടെയല്ലെങ്കിലും ഭാഗവതത്തെ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. തന്മൂലം അവരുടെ ഭാഗവത പഠനവും ക്ലേശകരമായി തീരുന്നു. ശുഷ്കങ്ങളായ ഊഹാപോഹങ്ങളും കൃത്രിമങ്ങളായ വ്യക്തിത്വ ശൂന്യ വ്യാഖ്യാനങ്ങളും അവർക്ക് ഒരു ഗുണവും ചെയ്യാതെ പോകുന്നു. ഭക്തിയുടെ സേവനത്തിൽ മുഴുകിയ വൈഷ്ണവ സന്യാസികളാകട്ടെ തങ്ങളുടെ ദിവ്യമായ കർത്തവ്യ നിർവഹണത്തിൽ സന്തുഷ്ടരാണ്. അന്ത്യത്തിൽ ഭഗവത് സന്നിധി പോകാമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. മായാവാദി സന്യാസികൾ ചിലപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ നിന്ന് ഭ്രഷ്ടരായി ലോകോപകാരാർത്ഥമുള്ള ഭൗതിക കൃത്യങ്ങളിൽ വീണ്ടും ഏർപ്പെടാറുണ്ട്. അവ ഭൗതിക കർമ്മങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ബ്രഹ്മം എന്തെന്നും അതല്ലാത്തതെന്തെന്നുമുള്ള ഊഹാപോഹങ്ങൾ നടത്തുന്ന സന്യാസികളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ നിലയിലാണ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. എന്നാൽ ഇങ്ങനെ ഊഹാപോഹം നടത്തുന്നവരും കൃഷ്ണാവബോധത്തിൽ ചേരും, ഒട്ടേറെ ജന്മങ്ങൾക്ക് ശേഷമെന്നു മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഈ ശ്ലോകത്തിൽ പറയുന്നു, കർമ്മസന്യാസം അല്ലെങ്കിൽ കർമ്മത്തെ ഉപേക്ഷിക്കുക, ഞാൻ ചെയ്യില്ല, കർമ്മം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ, നേരെ മറിച്ച് അതായത് കർമ്മം ചെയ്യില്ല, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിഷ്കാമകർമ്മയോഗം ഈ ഒരു കൺടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, നിഷ്കാമകർമ്മയോഗം ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ ഭക്തിയുത സേവനം ഫോളോ ചെയ്യാതെ നമ്മൾ കർമ്മത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അത് ഒരു സന്തോഷവും ഒരു ആനന്ദവും ആ വ്യക്തിക്ക് കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ചുരുക്കം പറയുകയാണെങ്കിൽ കർമ്മസന്യാസം ചെയ്തിട്ട് കാര്യമില്ല, ഒരു തരത്തിലും അവർക്ക് സന്തോഷം കിട്ടാൻ പോകുന്നില്ല. നേരെ മറിച്ച് ബുദ്ധിയുള്ള ആളുകൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവിധ സന്തോഷവും ആനന്ദവും, അത് മാത്രമല്ല പരംപദത്തിലേക്ക്, അതാണ് പറയുന്നത്, യോഗയുക്തോ മുനിർ ബ്രഹ്മ ന ചിരേന്ദ്രാഗ്നി ഗച്ഛതി. ആ പരംപദത്തിലേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരം കൂടെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റസ് വരെ, ആ ഒരു ക്വാളിഫിക്കേഷൻ വരെ അവർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. സോ ബുദ്ധിയുള്ളവർ, സോ ഇൻ കൺക്ലൂഷൻ എന്താണ്? ഇൻ കൺക്ലൂഷൻ ഭക്തിയുത സേവനം ഒരിക്കലും ശീലപ്രഭുപാജി ഇത് ഡിവോഷൻ, ഭക്തി എന്ന് പറയുന്ന വാക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എഴുതുന്നത് ഭക്തിയുത സേവനം എന്നാണ് എഴുതുക. അപ്പോൾ അവിടെ സർവീസ് വരുന്നുണ്ട്, ഡിവോഷണൽ സർവീസ്. ഡിവോഷൻ എന്ന് മാത്രമല്ല, ഡിവോഷണൽ സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ ആക്ടിവിറ്റി ഉണ്ട്. സർവീസ് എന്ന് പറയുമ്പോൾ, സേവനം എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റി ഉണ്ട്. സോ നമ്മുടെ കൃഷ്ണാവബോധത്തിലെ ആക്ടിവിറ്റീസ് വേണം, അല്ലാതെ വെറുതെ കൈ കെട്ടിയിരിക്കുന്നതല്ല കൃഷ്ണാവബോധം.
ഒന്നും ചെയ്യാതെ നമ്മൾ ശാസ്ത്രങ്ങൾ മാത്രം പഠിച്ച് ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നു, സർവീസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് ഈസ് എന്താണ് ഇതിൻ്റെ പർപ്പസ്? അതല്ല ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ശാസ്ത്ര പഠനം ഒരു ഭാഗമാണ്, പക്ഷേ അത് മാത്രമല്ല. ഇവിടെ അതാണ് ശിലപ്രഭുപാദി പറയുന്നത് ഭാവാർത്ഥത്തിൽ. മായാവതി സന്യാസികളെക്കുറിച്ചും വൈഷ്ണവ സന്യാസികളെക്കുറിച്ചുള്ള വ്യത്യാസം. മായാവതി സന്യാസികൾ അവർ ഈ സാഖ്യ ഫിലോസഫി പഠിക്കും, അല്ലെങ്കിൽ വേദങ്ങൾ പഠിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ വേദപഠനവും പൂർണ്ണമാണോ? അതുമല്ല. കാര്യം അവരുടെ കൺസെപ്റ്റ് പ്രകാരം ബ്രഹ്മൻ ഭഗവാൻ രൂപമില്ല എന്നവർ പറയുന്നു, അല്ലെങ്കിൽ നമ്മളും പരമാത്മാവും ആത്മാവും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള കൺക്ലൂഷനിലേക്കാണ് അവരെത്തുന്നത്. മാത്രമല്ല അവരുടെ മെയിൻ പർപ്പസ് വേദപഠനമാണ്. എന്നാൽ വൈഷ്ണവ സന്യാസികൾ അങ്ങനെയല്ല. അവർ ശ്രീമദ് ഭാഗവത്തെ ആസ്പദമാക്കിയിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് വേദശാസ്ത്രങ്ങളെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പറയുന്നതനുസരിച്ച് ഭക്തി സേവനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഡിവോഷണൽ സർവീസ് എന്ന് വരുന്നത് അവിടെയാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളാണ് നമ്മൾ പ്രകാശാനന്ദ സരസ്വതി ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. പ്രകാശാനന്ദ സരസ്വതി എന്ന് പറയുന്നത് ബനാറസിൽ അന്നത്തെ സമയത്ത് വലിയൊരു മായാവതി സന്യാസിയായിരുന്നു. ആക്ച്വലി ഇന്ത്യയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ അന്നത്തെ ടോപ്പ് മോസ്റ്റ് മായാവതി സന്യാസിയായിരുന്നു അദ്ദേഹത്തിന്. 60,000-70,000 ഡിസൈപ്പിൾസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അവിടെ വന്ന സമയത്ത്, അവിടെ ബനാറസിൽ വന്ന സമയത്ത് അദ്ദേഹം നഗര സങ്കീർത്തനം ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു. ആ ഒരു കാര്യം കണ്ടപ്പോൾ, അതും സന്യാസി വേഷമിട്ടിട്ടാണ്, മഹാപ്രഭു സന്യാസി വേഷത്തിലാണ്, പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് നഗര സങ്കീർത്തനവും കീർത്തനവും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡാൻസ് കളിക്കുന്നു, താഴെ കിടന്ന് ഉരുളുന്നു, അദ്ദേഹത്തിന് അഷ്ടസ്വാത്വിക വികാരങ്ങളുടെ ഇടയിൽ വരുന്നു. ഇതെല്ലാമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. വേഷമാണെങ്കിൽ സന്യാസിയുടെയും. കാര്യം മഹാപ്രഭു സന്യാസം എടുക്കുന്നത് ഒരു വൈഷ്ണവ സന്യാസിയിൽ നിന്നല്ല. ആക്ച്വലി അദ്ദേഹം എടുക്കുന്നത് ശങ്കരാചാര്യരുടെ സമ്പ്രദായത്തിലുള്ള സന്യാസിയിൽ നിന്നാണ് സന്യാസം എടുക്കുന്നത്. ആക്ച്വലി നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് വൈഷ്ണവ സന്യാസികളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് ശങ്കര സമ്പ്രദായത്തിലുള്ള സന്യാസിമാരാണ്. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം അത് സ്വീകരിച്ചു. സന്യാസം എന്നുള്ളൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അദ്ദേഹം സന്യാസം എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സന്യാസവും എടുക്കുന്നതും സ്പെഷ്യലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സന്യാസ മന്ദിരം മഹാപ്രഭു കേശവ് ഭാരതി എന്ന് പറയുന്ന സന്യാസിയാണ് മഹാപ്രഭുവിന് സന്യാസം കൊടുക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങോട്ട് സന്യാസ മന്ത്രം പറഞ്ഞു കൊടുത്ത് അത് തിരിച്ച് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി മഹാപ്രഭു അദ്ദേഹത്തെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, അദ്ദേഹം തിരിച്ച് ഇനീഷ്യേറ്റ് ചെയ്യുന്ന പോലെ ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആർക്ക് ഒരു മായാവാദി സന്യാസിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നതാണോ? അല്ല. എന്നാലും ശങ്കരാചാര്യരുടെ പരമ്പരയിൽ വരുന്ന സന്യാസിയായിരുന്നു. അതുകൊണ്ട് വേഷം കണ്ടപ്പോൾ പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിൻ്റെ വേഷം കണ്ടപ്പോൾ ഇത് നമ്മുടെ ആളാണല്ലോ എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ആളാണ്, പക്ഷെ നമ്മുടെ ആളായിട്ട് എന്താണ് കാണിക്കുന്നത്? വഴിയിൽ കിടന്ന് ഉരുളുന്നു, ഡാൻസ് കളിക്കുന്നു, കീർത്തനം ചൊല്ലുന്നു, എന്താ സംഭവം? അപ്പോൾ അദ്ദേഹത്തിന് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സന്യാസി, ചൈതന്യ എന്ന് പറയുന്നൊരു സന്യാസി, ഒരു ചെറുപ്പക്കാരൻ സന്യാസി വന്നിട്ടുണ്ട്. എല്ലാ ആളുകളും ഈ സന്യാസിയുടെ പുറകിൽ പോവാണ്. എല്ലാവരും കീർത്തനത്തിൽ പങ്കെടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു, വഴിയിലൂടെ നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രകാശാനന്ദ സരസ്വതിക്ക് ഓൾറെഡി റിപ്പോർട്ട് പോയി. അപ്പോൾ പ്രകാശാനന്ദ സരസ്വതി കാത്തിരിക്കുകയാണ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ളൊരു സന്യാസി, അദ്ദേഹം നമ്മൾ ചെയ്യുന്നതല്ല, വേറെന്തോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? അതാണ് പിന്നീട് മഹാപ്രഭു അദ്ദേഹത്തെ കാണുന്ന സമയത്ത് മഹാപ്രഭുവിനോട് ചോദിക്കുന്നത്, നിങ്ങളിങ്ങനെ സെൻറ്റിമെൻ്റലിസ്റ്റ് ആവരുത്, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്. പ്രകാശാനന്ദ സരസ്വതി അങ്ങനെയാണ് പറയുന്നത്, നമ്മളൊക്കെ ഒരേ കുടുംബത്തിലെ ആൾക്കാരാണ്.
ആക്ച്വലി നമ്മൾ സന്യാസികൾ ഇതേപോലെ വഴിയിൽ കിടന്ന് സങ്കീർത്തനം ചെയ്ത് ഡാൻസ് കളിക്കുകയല്ല വേണ്ടത്. നമ്മൾ അധികം സംസാരിക്കാൻ പോലും പാടില്ല. വേദങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ, വേദശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് നമ്മൾ ചെയ്യുക, അത് മാത്രം ചെയ്യുക. എന്നിട്ട് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക, എന്തെങ്കിലും മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വഴിയിൽ കിടന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡാൻസ് കളിക്കുന്നു, നേരെ താഴെ കിടന്ന് ഉരുളുന്നു, ഇതൊക്കെ എന്താണ്? എവിടെയും ഇല്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ എന്നാണ് പ്രകാശാനന്ദ സരസ്വതി അന്ന് പറഞ്ഞത്. പിന്നെ നമുക്കറിയാം മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സ് പതുക്കെ മാറുന്നു. അതിനുശേഷം 1-2 ഡിസ്കഷൻ വന്ന സമയത്ത് മഹാപ്രഭു അവർ പറയുന്ന അവരുടെ ഫിലോസഫിക്കൽ പോയിൻറ്റ്സിനെ എല്ലാം ഖണ്ഡിക്കുന്നു. അതോടുകൂടി പ്രകാശാനന്ദ സരസ്വതിയും അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസും എല്ലാവരും മഹാപ്രഭുവിൻ്റെ ഫോളോവേഴ്സ് ആവുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത് ആക്ച്വലി. അപ്പോൾ അവരെല്ലാവരും ഇവിടെ പറഞ്ഞ ശിലപ്രഭാജി പറഞ്ഞ പോലെ ശങ്കരാചാര്യരുടെ സമ്പ്രദായത്തിലുള്ള ശാരീരിക ഭാഷ്യ വേദാന്ത സൂത്രങ്ങളിലെ പരിഭാഷയാണത് ആക്ച്വലി. ഇപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ പറയും വേദാന്തത്തിൻ്റെ പർപ്പോട്ടാണെന്ന് പറയും, ഭാവാർത്ഥമാണ്. ഏത് വേദാന്ത സൂത്രങ്ങളുടെ ഭാവാർത്ഥമാണ് ശ്രീമദ് ഭാഗവതം. അതേപോലെ വേദാന്ത സൂത്രങ്ങളുടെ വേറെ ഭാവാർത്ഥമാണ്, വേറെ ഒരു പരിഭാഷയാണ് ശാരീരിക ഭാഷ എന്ന് പറയും. ശങ്കരാചാര്യരാണ് അദ്ദേഹമാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശാരീരിക ഭാഷയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൺക്ലൂഷൻസ് എല്ലാം, വേദാന്ത സൂത്രങ്ങളിലെ കൺക്ലൂഷൻസ് എല്ലാം അവർ ഒരു ഇംപേഴ്സണലിസത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നേരെ മറിച്ച് ഭാഗവത സ്കൂൾ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ ഫോളോ ചെയ്യുന്ന മഹാപ്രഭുവിൻ്റെ അല്ലെങ്കിൽ ലൈനിൽ വരുന്ന ആ ഒരു ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിൽ വരുന്നത്. ഒരു നിരാകാര ബ്രഹ്മവാദമൊന്നും അതിനകത്ത് വരുന്നില്ല. അതാണ് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഭക്തിയുത സേവനങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഭാഗവത സ്കൂൾ ഫിലോസഫിയാണ് ഭക്തിയുത സേവനങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്, വൈഷ്ണവ സന്യാസിമാർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശിലപ്രഭാജി പറയുന്നതാണ്, വൈഷ്ണവ സന്യാസിമാർ അവർ വെറുതെ ഇരിക്കുന്നില്ല, അവരെപ്പോഴും സർവീസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഓരോ സർവീസസും സ്പിരിച്വൽ അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. ഒരുപാട് അവർ കാണുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും ഭൗതികമായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലെ അവരും പലതും ചെയ്യുന്നു, പക്ഷേ ആക്ച്വലി അതല്ല. കാര്യം അവർ ചെയ്യുന്ന ഓരോ സർവീസസും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാം ഡിവോഷണൽ ആക്ടിവിറ്റീസ് തന്നെയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ മായാവതി സന്യാസികൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കും. അവരാണ് ഈ കർമ്മസന്യാസം ഫോളോ ചെയ്യുന്നവർ. അവരൊന്നും ചെയ്യാതിരിക്കും, കാര്യം റിയാക്ഷൻ പേടിച്ചിട്ട്. നേരെ മറിച്ച് വൈഷ്ണവ സന്യാസിമാർ ഓടി നടന്ന് പ്രചരണം ചെയ്യുന്നു, ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതാണ് ആക്ച്വൽ ഫിലോസഫി. മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നതും ഭാഗവതത്തിൻ്റെ ആക്ച്വൽ എസൻസ് അതാണ്. ആക്ച്വലി ശാരീരിക ഭാഷ്യത്തിൽ പറഞ്ഞ ഒരു കൺക്ലൂഷൻ അല്ല ഭാഗവതം. അതാണ് പറയുന്നത് ഇവിടെ ശിലപ്രഭാജി. അതുകൊണ്ട് ഭാഗവത ഫിലോസഫി ആണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ മായാവാദി സന്യാസികൾ ഈ സാഖ്യ അല്ലെങ്കിൽ വേദപഠനങ്ങളൊക്കെ നടത്തി അവസാനം അവർക്ക് അത് മതിയാവും എന്നാണ് പറയുന്നത്. കാര്യം അവർക്ക് എവിടെയും എത്താൻ പറ്റാത്തൊരവസ്ഥയായി. അവരുടെ സ്പെക്കുലേഷൻ, അവരുടെ ഊഹാപോഹങ്ങൾ കൊണ്ട് അവസാനം അവർ ടയേർഡാവും എന്നാണ് പറയുന്നത് പ്രഭുപാജി. അവസാനം പിന്നെ അവർ ഭാഗവത പഠനത്തിലേക്ക് വരും. പക്ഷേ അപ്പോൾ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ബേസിക് ഫൗണ്ടേഷനും ശരിയല്ലാത്തത് കൊണ്ട് പ്രോപ്പറായിട്ട് ശ്രീമദ് ഭാഗവതവും അവർക്ക് റിലീസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയും അവർ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു വൈഷ്ണവ സന്യാസിയെ സംബന്ധിച്ച് അവർ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നു, ഭാഗവത ഫിലോസഫി, ഭാഗവത്തിൽ പറയുന്ന ആക്ച്വൽ എസൻസ് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും, അവരെപ്പോഴും എന്തൂസിയാസ്റ്റിക് ആയിരിക്കും. ഒരു തരത്തിലും അവർക്ക് ഒരു വീഴ്ചയും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് ശ്രീല പ്രഭുപാജി ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. മായാവതി സന്യാസികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കുറേ കഴിയുമ്പോൾ ഒരു വീഴ്ച സംഭവിക്കാം. പിന്നീട് അവർ വീണ്ടും ശ്രീല പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക, മെറ്റീരിയൽ ആക്ടിവിറ്റീസിലേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവർ തിരിച്ചു വരാം സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കാര്യം അവർക്ക് ഒരു ഗോളിലേക്ക് എത്താൻ പറ്റാതെ വരുമ്പോൾ ടയേർഡായി പോവും, മതിയായിട്ട് അവസാനം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും.
അതാണ് പറയുന്നത്. നേരെ മറിച്ച് കൃഷ്ണ കോൺഷ്യസ്നസ്സിലുള്ള വൈഷ്ണവ സന്യാസിമാരുടെ കാര്യമാണെങ്കിലും കൃഷ്ണ കോൺഷ്യസ്നസ്സിലുള്ള ഓരോ ഭക്തരുടെ കാര്യമാണെങ്കിലും അവർക്കൊരു ഗോളുണ്ട്. ഗോളുമുണ്ട്, അവിടേക്ക് എത്താനുള്ള പ്രോസസ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലും തിരിച്ച് വേറൊരു ഓപ്ഷനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല. എല്ലാ പ്രോസസ്സും പ്രോപ്പർലി ഡിഫൈൻഡ് ആണ്. അത് പ്രോപ്പർലി ഫോളോ ചെയ്യുക, ഗോളിലേക്ക് നമ്മൾ എത്തും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വയ്യാതാവുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താവും എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആദിയുമില്ല. ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ചേഞ്ചസ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്കറിയാം ഇത് അൾട്ടിമേറ്റ്ലി റിസൾട്ടിലേക്ക് എത്തിക്കും എന്നുള്ളത്, അല്ലേ? ആ ചേഞ്ചസ് ഇല്ലെങ്കിലാണ് നമ്മൾ ഡ്രൈ ആവുമ്പോഴാണ് മതിയാവുന്നത് നമുക്ക്, അല്ലേ? അതുകൊണ്ട് കൃഷ്ണ കോൺഷ്യസ്നസ് ഒരിക്കലും ഡ്രൈ അല്ല. ശില പ്രഭുപാദിന്റെ മഹാകാരുണ്യം, മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കൃഷ്ണാവബോധം, ആ പ്രോസസ്സ്, രൂപഗോസ്വാമി തന്നിട്ടുള്ള ആ പ്രോസസ്സ് ഈസ് വെരി വെരി റിലീഷിങ് ആക്ച്വലി, അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. ശാസ്ത്രപഠനം മാത്രമല്ല, ഒരുപാട് സർവീസസ് വരുന്നുണ്ട്. കീർത്തനം വരുന്നു, കീർത്തനത്തിൽ ഡാൻസ് വരുന്നു, മഹാപ്രസാദം വരുന്നു. സോ മെനി വെറൈറ്റീസ്, നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഡിസ്ഗസ്റ്റഡ് ആവില്ല. ഇത് ഇത്രയും ഡ്രൈ ആണോ എന്നുള്ളത്. നേരെ മറിച്ച് മായാവാദി ആ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ ഡിസ്ഗസ്റ്റഡ് ആവും. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻറ്റാലിറ്റി തന്നെ മാറും. നമ്മളാകെ മനുഷ്യരല്ലാത്ത പോലെയാവും നമ്മുടെ ബിഹേവിയർ എല്ലാം, അങ്ങനെയാവും. പക്ഷേ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കൃഷ്ണാവബോധം ശില പ്രഭുപാദി തന്നിട്ടുള്ള ആ ഒരു കൃഷ്ണ കോൺഷ്യസ് ഫാമിലി ഇറ്റ്സ് വെരി ഗുഡ്. നമുക്കൊന്നും നഷ്ടം സംഭവിച്ചിട്ടില്ല. മാത്രമല്ല നമുക്ക് നേട്ടമേ സംഭവിച്ചിട്ടുള്ളൂ. മാത്രമല്ല ആളുകൾ വിചാരിക്കുമ്പോൾ ഇവർക്ക് എന്ത് ജീവിതമാണ്, സിനിമയ്ക്ക് പോകുന്നില്ല, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എന്ത് എൻജോയ്മെൻ്റ് ആണ് അവരുടെ ലൈഫിൽ. അത് എൻജോയ്മെൻറ്റ് എന്താണെന്നുള്ളത് വൺസ് ജോയിൻ ചെയ്ത് നോക്കൂ, അപ്പോൾ അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ആദ്യം ഒന്ന് നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിന്നോളൂ, ഇല്ലെങ്കിൽ പൊക്കോളൂ. അപ്പോൾ എങ്ങാനും അവരുടെ സുഹൃതി കൊണ്ട് നിൽക്കുവാണെങ്കിൽ പിന്നെ തിരിച്ചു പോവില്ല. കാര്യം പുറമേയുള്ള സിനിമയാവട്ടെ, മറ്റുള്ള കാര്യങ്ങളാവട്ടെ, സ്പോർട്സ് ആവട്ടെ, അതിലൊന്നും ഇൻട്രസ്റ്റ് വരാതെയാവും. പിന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സിലായിരിക്കും. ബിക്കോസ് ഇവിടെ നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുമല്ല, അവർ എൻജോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ സിനിമയ്ക്ക് പോയിട്ട് എന്താ സംഭവിക്കുന്നത്? ചിരിക്കുന്നു കുറേ, അല്ലെങ്കിൽ കുറേ എന്താ പറയുക, എന്ത് ചിരിക്കുന്നതെന്ന് പക്ഷെ അറിയില്ല. അവിടെ പോയി 2 മണിക്കൂർ ചിരിക്കും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. നേരെ മറിച്ച് നമ്മളല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഭക്തർ, പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സ്റ്റിൽ വി ആർ പ്രാക്ടീസിങ് ഡിവോട്ടീസിൻ്റെ കാര്യമാണെങ്കിൽ ഡിവോട്ടീസായിട്ട് എല്ലാവരും കൂടെ കൂടുമ്പോഴും വി ആർ ഡിസ്കസിങ് ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഒരുപാട് ലീലകൾ ചർച്ച ചെയ്യുന്നു, പല ഒരുപാട് കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ അതിൽ നമ്മൾ റിലീഷ് ചെയ്യുന്നു, കീർത്തനത്തിൽ റിലീഷ് ചെയ്യുന്നു, സന്തോഷിക്കുന്നു. എന്നാൽ ഈ റിലീഷ്മെൻറ്റ് പെർമനൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ ഒരിക്കലും നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല. സിനിമയൊക്കെ നമുക്ക് ഒരു സിനിമ എത്ര പ്രാവശ്യം കാണാൻ സാധിക്കും? വളരെ 1-2 പ്രാവശ്യം കാണാം. പക്ഷേ ഭഗവാന്റെ ലീലകളൊക്കെ നമ്മൾ എത്ര കേട്ടാലും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നില്ല, അല്ലേ? സോ അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ വൺസ് ഇതിലേക്ക് ഇറങ്ങിയാലേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ആനന്ദം മനസ്സിലാവുള്ളൂ. അതുവരെ പുറമേ നിൽക്കുന്നവർക്ക് നമ്മൾ ചെയ്യുന്നത് എന്തോ ഒരു സംഭവമാണ്. ഇത്രയും ചെറുപ്പത്തിലൊന്നും വരാൻ പാടില്ല എൻ്റെ പ്രഭു, പ്രഭു ഇത്ര ചെറുപ്പമല്ലേ, ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട്. എത്ര പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഈവൺ എൻ്റെ ഫാമിലിയിലുള്ളവർ പലവരും ഇത്രയും ചെറുപ്പത്തിൽ എന്താ ചെയ്യുന്നത്? സോ യു ആർ വേസ്റ്റിംഗ് യുവർ ഗുഡ് ടൈം. നോ, ഐ വേസ്റ്റഡ് ലോട്ട് ഓഫ് ടൈം. കൗമാരം ആചരേത് പ്രാജ്ഞോ, അല്ലേ? ധർമാൻ ഭാഗവതാനിഹ. അതായത് കൗമാര പ്രായത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പ്രഹ്ലാദ മഹാരാജ് പറയുന്നത്. അതായത് നമ്മുടെ ഗൗരിയുടെ പ്രായം 5 വയസ്സ്. 5 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം. ഗൗരിയൊക്കെ നോക്കൂ, എത്ര ബ്ലെസ്ഡ് ആണ് നോക്കൂ. ഇപ്പോൾ നമ്മുടെ ഡിവോട്ടി ഫാമിലീസിലുള്ള ഗൗരി ആവട്ടെ, ഇഷാനാവട്ടെ, ഗൗതമാവട്ടെ, നമ്മുടെ ശയനാവട്ടെ, ഇവരൊക്കെ ചെറുപ്പമാണ്, ചെറിയ കുട്ടികളാണ്, അല്ലേ? പക്ഷേ ദേ ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഫ്രം ദിസ് വെരി
പിന്നെ സുഷ്മിത മാതാജിയുടെ മകളും ഉണ്ട്, ഗോരംഗി. ഇവരൊക്കെ ചെറുപ്പത്തിലേ ചാൻസ് കിട്ടുവാണ്. സോ എത്ര മഹാഭാഗ്യമാണ് നോക്കുക അവരുടെ. നമുക്ക് ഒരുപക്ഷെ കിട്ടാത്തതാണ് അവർക്ക് കിട്ടുന്നത്. സോ ഇതാണ് പ്രഹ്ലാദ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി, അതിന് വലുത് എന്താണ്? അപ്പോൾ ഇവർക്ക് അപ്പോൾ ഇപ്പോഴേ അവരത് റിലീസ് ചെയ്ത് പോവാണ്. അപ്പോൾ കുറച്ചുകൂടെ വലുതായി വരുമ്പോൾ അവർക്ക് പിന്നെ ഇതല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല അവർക്ക്. ബിക്കോസ് കംപ്ലീറ്റ്ലി ഇത് അവരുടെ പാർട്ട് ഓഫ് ലൈഫായി മാറും. നമുക്കാണ് ഇതൊരു പുതിയൊരു സംഭവമായിട്ട് തോന്നുന്നത്. ചെറുപ്പത്തിലേ അത് പ്രാക്ടീസ് ചെയ്ത് ശീലിച്ച് വരുവാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും. പിന്നെ നമുക്കൊരു എക്സ്റ്റേണൽ വേറൊരു കാര്യം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യില്ല. നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ലേറ്റായിട്ട് തുടങ്ങിയതുകൊണ്ട്. കാര്യം അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മാറി പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നു. കുട്ടികൾക്ക് ഈസിയാണ് ആക്ച്വലി. സോ ദേ ഹാവ് ടു ജസ്റ്റ് കണ്ടിന്യൂ, അത്രയേ ഉള്ളൂ. അപ്പം അതിന് വേണ്ട പ്രോപ്പർ അസോസിയേഷനും പ്രോപ്പർ ഒരു സെറ്റപ്പും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. അപ്പോൾ ഈവൻ കോളേജിൽ പോകുമ്പോഴും പുറമേ പോയി പഠിക്കാൻ പോകുമ്പോഴൊക്കെ അവിടെ പോയാലും അവർ കണക്റ്റഡ് ആവാൻ, കൃഷ്ണ കോൺഷ്യസ്നസ്സിൽ കണക്റ്റഡ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ ഇപ്പോഴേ പതുക്കെ ചെയ്തു കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം അവരോട്, അതായത് ഇതൊരു സ്ട്രിക്റ്റായിട്ട് അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന പോലെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് റിബലായി മാറും. അങ്ങനെ എത്ര സംഭവിച്ചിട്ടുണ്ടെന്നറിയോ? ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു പ്രഷറായിട്ട് തോന്നും അവർക്ക്. പ്രഷറായിട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത് കൃഷ്ണ കോൺഷ്യസ്നസ് മാത്രമല്ല, ഈവൻ പഠിക്കുന്ന കാര്യമാണെങ്കിലും ടു മച്ച് പ്രഷർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇൻട്രസ്റ്റ് പോവും. ഈവൺ അച്ഛനും അമ്മയും ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കാമെന്ന് വെക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ പറയണം. നിനക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടി, ഇവർക്ക് കുറഞ്ഞ്, നിനക്ക് കുറഞ്ഞു, 1 മാർക്ക് കുറഞ്ഞു, 2 മാർക്ക് കുറഞ്ഞു. ഇങ്ങനെ എത്ര ഫാമിലിയിലുണ്ടെന്ന് അറിയോ? നാളെ തൊട്ട് നിനക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ട്, എല്ലാം വാങ്ങിത്തരുന്നുണ്ട്, എല്ലാം കാര്യങ്ങളും നടത്തി തരുന്നുണ്ട്, നിനക്ക് മാർക്ക് വാങ്ങിക്കാൻ നേരത്തെ നോക്കുക അവരെക്കാൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കമ്പാരിസൺ ചെയ്യുന്നു. ആകെ ഡിസ്കസ്റ്റഡ് ആവും കുട്ടികൾ, പേടിക്കും. അവസാനം മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇനി അച്ഛൻ്റെ അമ്മയുടെയും ചീത്തയേക്കോ എന്നുള്ള ടെൻഷനായിരിക്കും അവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ എന്തൊക്കെ സംഭവിക്കുന്ന, കുട്ടികൾ വഴിമാറിപ്പോവും. കുട്ടികൾ പല ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും പേടിച്ചിട്ട്. ആ ഒരു ലെവലിലേക്ക് അത് പഠിക്കുന്ന കാര്യമാണെങ്കിലും അതേപോലെ തന്നെ കൃഷ്ണ കോൺഷ്യസും നമ്മൾ വടിയെടുത്ത് അവരെ ഉള്ളിലേക്ക് കയറ്റല്ല വേണ്ടത്. അവർക്ക് അത് ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുക. അതായത് അവർ റിലീഷ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അപ്പോൾ അവരത് റിലീഷ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറും അവരുടെ. നേരെ മറിച്ച് ഒരു സ്ട്രിക്റ്റായിട്ട് വടി പിടിച്ച് കൊടുക്കുകയാണെങ്കിൽ നടക്കില്ല. അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വേ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ള വഴി എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ നമ്മൾ കൃഷ്ണാവബോധം ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട് ഇപ്പോൾ, അല്ലേ? ഒരുപാട് കുട്ടികളുടെ പുസ്തകങ്ങളുണ്ട്, കുട്ടികളുടെ ക്യാമ്പുകളുണ്ട്, കുട്ടികളുടെ ആ ഒരു ഈവൻ ഡിവോട്ടി കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പും കൂടെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ വെരി ഗുഡ്. വേറെ എന്താണ് വേണ്ടത്? സോ കൃഷ്ണ കോൺഷ്യസ്നസ് ഒരിക്കലും ഡ്രൈ അല്ല. അപ്പോൾ മായാവാദി ടീം ഫിലോസഫി പ്രകാരം എല്ലാം ഡ്രൈ ആണ്. അവർക്ക് മടുത്തു പോവും. ഈ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നും. അവർ അങ്ങനെയാണ്. ജീവിതത്തോട് മടുപ്പ്, ഈ ലോകത്തോടുള്ള മടുപ്പ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിച്ചാൽ മതി, ലയിക്കണം എന്നുള്ള ചിന്തയാണ്. എന്നാൽ ഡിവോട്ടീസിനെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഭഗവാൻ നമ്മളെ സ്പിരിച്വൽ വേൾഡിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോട്ടെ. ഇനി അതല്ല, എവിടെ ഇരുത്താനാണെങ്കിലും ഇരുത്തിക്കോട്ടെ. എവിടെയാണെങ്കിലും എനിക്ക് ഡിവോട്ടി അസോസിയേഷൻ മതി. ഭക്തി വിനോദ് ഠാക്കൂർ പ്രാർത്ഥിക്കുന്ന പോലെ എനിക്ക് എവിടെയും ഒരു സ്വർഗ്ഗലോകത്തിൽ പോയി എൻജോയ് ചെയ്യാനോ അവിടെ പോയി ഇവിടെയും പോയി എൻജോയ് ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എവിടെ പോയാലും അറ്റ്ലീസ്റ്റ് ഡിവോട്ടി അസോസിയേഷൻ എനിക്ക് തരണം. അതിന് ഈവൻ ഒരു വൈഷ്ണവൻ്റെ വീട്ടിലെ നായയായിട്ട് ജനിക്കാൻ ഞാൻ തയ്യാറാണ്. കാര്യം ആ വൈഷ്ണവൻ കഴിച്ചതിൻ്റെ ബാക്കി ഉച്ഛിഷ്ടം ആ നായക്ക് കിട്ടും. അത് മതി. ഐ ആം ഹാപ്പി. എനിക്ക് ഇന്ദ്രൻ്റെ പദവിയും വേണ്ട, അല്ലെങ്കിൽ അതും ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന അദ്ദേഹം. ഐ വോണ്ട് അസോസിയേഷൻ. സോ ഇതാണ് ഒരു ഡിവോട്ടിയുടെ ഭാവം. അങ്ങനെ ഓക്കെ. അടുത്ത ശ്ലോകം. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യത്തെ.
യെസ്. ഹരേ കൃഷ്ണ പ്രഭു. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യത്തെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഓക്കെ, കൃഷ്ണ. വായിച്ചോളൂ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മാ ഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു മാതാജി. ആരെങ്കിലും ഒരാൾ വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയുമില്ല. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണാവബോധത്തിലൂടെ മുക്തിയുടെ പാതയിൽ നീങ്ങുന്ന ഒരാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനത്രേ. എല്ലാ ജീവജാലങ്ങളെയും അയാൾ സ്നേഹിക്കുന്നു. അയാളുടെ കൃഷ്ണാവബോധമാണിതിന് കാരണം. ഏതൊരു ജീവനെയും കൃഷ്ണനിൽ നിന്ന് വേർപെടുത്തിക്കരുതാൻ അങ്ങനെയുള്ള ഒരാൾക്ക് കഴിയുകയില്ല. ഒരു വൃക്ഷത്തിന്റെ ശാഖകളും ഇലകളും അതിൽ നിന്ന് ഭിന്നങ്ങളല്ലല്ലോ. വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒഴിച്ച വെള്ളം ശാഖകൾക്കും ഇലകൾക്കുമെല്ലാം ഉപയോഗപ്പെടുന്നു എന്നും ഉദരത്തിന് ഭക്ഷണം നൽകുന്നതുകൊണ്ട് ശരീര അവയവങ്ങൾക്കെല്ലാം ഊർജം വിതരണം ചെയ്യപ്പെടുന്നുവെന്നും അയാൾക്ക് നന്നായി അറിയാം. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ എല്ലാവരെയും സേവിക്കുന്നു. അതുകൊണ്ട് അയാൾ എല്ലാവർക്കും പ്രിയങ്കരനുമാണ്. തന്റെ പ്രവൃത്തികൾ ഏവരെയും തൃപ്തിപ്പെടുത്തുന്നതിനാൽ അയാൾ നിർമ്മല പ്രജ്ഞനാണ്. അവബോധം ശുദ്ധമാകയാൽ മനസ്സും പൂർണ്ണമായും നിയന്ത്രിതമാണ്. തന്മൂലം ഇന്ദ്രിയങ്ങളും നിയന്ത്രിതങ്ങൾ തന്നെ. അയാളുടെ മനസ്സ് എപ്പോഴും കൃഷ്ണനിൽ ഉറച്ചതാകയാൽ കൃഷ്ണനിൽ നിന്ന് വേർപെടുന്ന പ്രശ്നമേയില്ല. ഭഗവത് സേവനത്തിൽ ഒഴികെ മറ്റൊന്നിലും അയാളുടെ ഇന്ദ്രിയങ്ങൾ ഒരു കാരണവശാലും വ്യാപരിക്കുകയുമില്ല. കൃഷ്ണനെ കുറിച്ചുള്ളതല്ലാത്ത സംഭാഷണങ്ങൾ കേൾക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടുകയില്ല. കൃഷ്ണന്റെ പ്രസാദമല്ലാത്ത എന്തെങ്കിലും ഭക്ഷിക്കുവാനോ ഇഷ്ടപ്പെടില്ല. കൃഷ്ണനുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പോകുവാനോ അയാൾക്ക് താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ട് അയാളുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിതങ്ങളാണ്. ഇന്ദ്രിയ യതമനം സാധിച്ച മനുഷ്യൻ ആരോടും ഒരു അപരാധവും ചെയ്യുകയില്ല. യതമനം സാധിച്ച മനുഷ്യൻ ആരോടും ഒരു അപരാധം ചെയ്യുകയില്ല. എന്നാൽ അർജുനൻ യുദ്ധത്തിൽ അപരാധം ചെയ്തില്ലേ? അർജുനന് കൃഷ്ണാവബോധം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. അർജുനൻ ഉപരിപ്ലവമായി മാത്രമേ അപരാധം ചെയ്തുള്ളൂ. 2-ാമത്തെ അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ ആത്മാവ് വധ്യനല്ലെന്നിരിക്കെ യുദ്ധഭൂമിയിൽ സമ്മേളിച്ച ആർക്കും വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ആധ്യാത്മിക ദൃഷ്ട കുരുക്ഷേത്രത്തിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല. അവിടെ സന്നിഹിതനായിരുന്ന കൃഷ്ണന്റെ ആജ്ഞയനുസരിച്ച് അവരുടെ ഉടുപ്പുകൾ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അർജുനൻ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുകയായിരുന്നില്ല. അദ്ദേഹം തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ കൃഷ്ണന്റെ കൽപ്പന നിറവേറ്റുകയായിരുന്നു. ഇപ്രകാരം പ്രവർത്തിക്കുന്ന ഒരാളെ കർമ്മഫലങ്ങൾ ബാധിക്കുകയില്ല. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, ആരാണോ ഭക്തിയോട് കൂടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്, അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, കർമ്മയോഗം, ഭക്തിയോടുകൂടി ചെയ്യുന്നത്, അങ്ങനെയുള്ളവർ ശുദ്ധാത്മാക്കളായിരിക്കും. മാത്രമല്ല അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെയുള്ളവരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവുമായിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരിക്കും, എല്ലാവരെയും അവർക്കും ഇഷ്ടമായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള വ്യക്തികൾ ഒരിക്കലും കർമ്മത്തിൻ്റെ ബന്ധനങ്ങളിൽ അവർ ആ കുരുക്കിൽ പെടുന്നില്ല. അതായത് കർമ്മത്തിൻ്റെ റിയാക്ഷനൊന്നും അവരെ ബാധിക്കാൻ പോകുന്നില്ല. എന്നാൽ അവർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരൊരിക്കലും ഈ കർമ്മബന്ധനങ്ങളിൽ പെടുന്നില്ല. സോ ആക്ച്വലി ഒരു ഭക്തൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഒരു ഭക്തൻ എങ്ങനെയായിരിക്കും, ഭക്തൻ്റെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഒരു പ്യുവർ ഡിവോട്ടിയെ സംബന്ധിച്ച്, ഒരു ശരി ശുദ്ധ ഭക്തനെ സംബന്ധിച്ച് അവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഓൾവേസ് നിയന്ത്രണത്തിലായിരിക്കും. മാത്രമല്ല എല്ലാവരെയും അവരിഷ്ടപ്പെടും. ഇതൊരു വലിയൊരു കാര്യമാണ് ആക്ച്വലി. അതേപോലെ അവരെയും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും.
ബിക്കോസ് ഭഗവാനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഭഗവാൻ മാത്രമേ ഹൃദയത്തിലുള്ളൂ, അവർക്ക് വേറെ ഒന്നും ചിന്തയില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർക്ക് അട്രാക്റ്റഡ് ആയി മാറും. നമ്മൾ ഒരുപാട് സ്പിരിച്വലിസ്റ്റുകളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ശീലപ്രഭുപാദാവട്ടെ, ഗുരുജനങ്ങളാവട്ടെ, എങ്ങനെയാണ് ആളുകൾ അട്രാക്റ്റഡ് ആവുന്നത്? ശീലപ്രഭുപാദിനോട് എത്ര ആളുകൾക്കാണ് അട്രാക്ഷൻ തോന്നുന്നത്? അട്രാക്ഷൻ ഇൻ ദ സെൻസ് ഓട്ടോമാറ്റിക്കലി മാഗ്നറ്റ് പോലെയാണ് ആളുകൾ വരുന്നത്. അതേപോലെ നമ്മുടെ ഗുരുജനങ്ങളൊക്കെ, ഈവൻ വൃന്ദാവനത്തിൽ ഒരുപാട് ഭക്തരുണ്ട്, ഒരുപാട് വരിഷ്ഠ ഭക്തരുണ്ട്. അവരൊക്കെ പ്യുവർ സോൾസ് ആയതുകൊണ്ട്, ശുദ്ധഭക്തരായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആളുകൾ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറും ഓട്ടോമാറ്റിക്കലി. അവരുടെ വീക്ഷണവും അങ്ങനെ തന്നെയാണ്. എല്ലാവരെയും ഒരേപോലെ കാണുന്നു, എല്ലാവരെയും സ്നേഹത്തോടു കൂടി കാണുന്നു, എല്ലാവരെയും സെർവ് ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരമുള്ളത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യാൻ അവർ റെഡിയുമാണ് എപ്പോഴും. അങ്ങനെയുള്ള ആളുകൾ. ശീലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, കൃഷ്ണാവബോധം ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നതും മറ്റുള്ളവർക്ക് ആ വ്യക്തിയോട് ഒരു അടുപ്പം തോന്നുന്നതും. കൃഷ്ണാവബോധമാണ് ഇതിലെ അണ്ടർലൈൻ ഫാക്ടർ. കൃഷ്ണാവബോധം ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ എന്തുകൊണ്ട് അവർ സ്നേഹിക്കുന്നു? എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ സാധിക്കുന്നു, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈക്വലി സ്നേഹിക്കാൻ സാധിക്കുന്നു. കാരണം ഭഗവാൻ കൃഷ്ണൻ്റെ അംശമാണെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവർ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആ ഒരു ബോധത്തോടായതുകൊണ്ട് അവരെല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നു. പിന്നെ ശീലപ്രഭുപാദ് പറയുന്ന ഉദാഹരണം, 2 ഉദാഹരണങ്ങൾ ഇവിടെ. ഈ 2 ഉദാഹരണങ്ങൾ എപ്പോഴും പ്രഭുപാദി പറയാറുള്ളതാണ് പല സ്ഥലങ്ങളിലായിട്ട്. നമ്മളെപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു അനോളജിയാണ്, അല്ലെങ്കിൽ എക്സാമ്പിളാണ്. അതായത് ശീലപ്രഭുപാദ് എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത്, നമ്മൾ ചെടിയുടെ അല്ലെങ്കിൽ മരത്തിൻ്റെ കീഴിൽ കടക്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം എല്ലായിടത്തും, എല്ലാ ഇലകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വായിലൂടെ കഴിക്കുന്നു, അത് സ്റ്റൊമക്കിലേക്ക് പോയി വയറ്റിലേക്ക് പോയി വയറ്റിൽ നിന്ന് ഓരോ അവയവങ്ങളിലേക്കും ന്യൂട്രിയൻസിനെ സപ്ലൈ ചെയ്യുന്നു, അല്ലേ? ആവശ്യമുള്ള എനർജി കൊടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി ബോഡിയിൽ എല്ലായിടത്തേക്ക് എത്തുന്നു, അല്ലേ? നമ്മളൊരു കഴിക്കൽ ഇങ്ങനെയാണ്, ഇവിടുന്ന് കഴിക്കുന്നു, പക്ഷേ എല്ലാ അവയവങ്ങളിലേക്കും ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും അതിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്, അല്ലേ? അതേപോലെയാണ് പറയുന്നത്, കൃഷ്ണാവബോധത്തിലിരിക്കുന്ന വ്യക്തി, ഭഗവാനെ സ്നേഹിക്കുന്ന വ്യക്തി, ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ആ വ്യക്തിയെ ഇഷ്ടപ്പെടും ഓട്ടോമാറ്റിക്കലി. അതേപോലെ ആ വ്യക്തിക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഡെമിഗോഡ് വർഷിപ്പിൻ്റെ സമയത്തും ശീലപ്രഭുപാദ് പറയാറുണ്ട്. അവിടെ വേറെ കോണ്ടെക്സ്റ്റാണ്. അവിടെ എന്താണ് പറയുന്നത്, ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ മറ്റുള്ള ദേവീദേവന്മാരെ ആരാധിക്കേണ്ട, വേറെ സെപ്പറേറ്റ്ലി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്ഥലത്തേക്ക് വെള്ളം കൊടുത്താൽ ബാക്കി എല്ലായിടത്തും വെള്ളം എത്തുന്നു. ഈ ഒരു എക്സാമ്പിൾ അവിടെയും കാണാം. അപ്പോൾ കോണ്ടെക്സ്റ്റ് മാറുന്നു, എക്സാമ്പിൾ സെയിം ആണ്, ഓർക്കാം. ഓക്കെ. പിന്നെ ശീലപ്രഭുപാദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഭക്തരുടെ കാര്യമാണ് പറയുന്നത്. അവരുടെ കോൺഷ്യസ്നെസ് ശുദ്ധമായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും കൺട്രോളിലായിരിക്കും. കാര്യം അവരുടെ മനസ്സ് എപ്പോഴും ഭഗവാനിൽ സമർപ്പിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് അവിടെ നിന്ന് മാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളും കൺട്രോളിലായിരിക്കും. ഇതൊക്കെ ഒരു ഡിവോട്ടിയുടെ ലക്ഷണങ്ങളാണ്. ശരിക്കുമുള്ള, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡിവോട്ടി, ശുദ്ധഭക്തൻ്റെ ലക്ഷണങ്ങളാണ്. നമ്മളെപ്പോലുള്ളവരുടെ അല്ല. നമ്മളെപ്പോലുള്ളവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നും കൺട്രോളിലല്ല. ചില സിറ്റുവേഷൻസിൽ അത് അജിറ്റേറ്റ് ആവും. അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യം പറയുന്നത്. സോ നമ്മൾ എജിറ്റേറ്റ് ആയി പോകും. സോ ബിക്കോസ് എന്താണ്, നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ആക്ച്വലി നമ്മുടെ കോൺഷ്യസ്നെസ് ഇപ്പോഴും കണ്ടാമിനേറ്റഡ് ആണ്, പ്യുവർ ആയിട്ടില്ല. അതാണ് കോൺഷ്യസ്നെസ് പ്യുവർ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ സെൻസസും എവറിത്തിങ് വിൽ ബി അണ്ടർ കൺട്രോൾ, ഇൻക്ലൂഡിങ് മൈൻഡ്. മനഃഷ്ടാണി ഇന്ദ്രിയാണി, മനസ്സാണ് ഏറ്റവും വലിയ
യുനോ നമ്മൾ പറയുവാണെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും റിപ്പോസിറ്ററി മനസ്സാണ്. മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ കൈകൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, ബട്ട് തോട്ട്സ് വരും നമുക്ക്, അല്ലേ? പല പല ആവശ്യമില്ലാത്ത തോട്ട്സ് വരുന്നു. തോട്ട്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ബട്ട് നമ്മൾ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, ചെയ്യാതിരിക്കുന്നുണ്ടാവും. തെറ്റാണ് അത് ചെയ്യരുത് എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നുണ്ടാവില്ല, ബട്ട് മൈൻഡ് വിൽ ബി മൈൻഡ് ഈസ് ഗെറ്റിംഗ് സോ മെനി തോട്ട്സ് ബിക്കോസ് മൈൻഡ് കൺട്രോളിലല്ലാത്തതുകൊണ്ടാണ്. സോ അതിനുള്ള പ്രോസസ്സ് വേറെ ഒന്നുമല്ല, കൃഷ്ണ കോൺഷ്യസ്നസ് തന്നെ. ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്ലോലി ആൻഡ് ഗ്രാജുവലി വി ക്യാൻ കൺട്രോൾ എവറിത്തിങ്. സോ ശീലപ്രഭാത് ഇവിടെ പറയുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ഭക്തർക്ക് അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലായിരിക്കും, അവരുടെ കോൺഷ്യസ്നസ് പ്യുവർ ആയിരിക്കും. പിന്നെ അവർക്ക് ഭഗവാനെക്കുറിച്ചല്ലാതെ വേറെ ഒന്നും തന്നെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. സിനിമ കഥ പറയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം. ഇത് നമ്മുടെ ലൈഫിലും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് ഒരു പക്ഷേ പലവർക്കും അനുഭവം ഉണ്ടാവും, അല്ലേ? സിനിമകളെക്കുറിച്ചുള്ള ചർച്ചയാണെങ്കിലും സ്പോർട്സിനെ കുറിച്ചുള്ള ചർച്ചയാണെങ്കിലും വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് നാവും. പ്രീവിയസ്ലി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടാവും, ബട്ട് ഇൻട്രസ്റ്റ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി പോകുന്നു, അല്ലേ? കാരണം എന്താണ്? അത് നല്ല ലക്ഷണമാണ്. ആക്ച്വലി കോൺഷ്യസ്നസ് പ്യുവർ ആവുന്ന പ്രോസസ്സിലാണ്. എപ്പോഴും പ്യുവർ ആയി എന്നല്ല പറയുന്നത്, അതിലേക്കുള്ള ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് കെയർ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് പോലും നഷ്ടപ്പെടും നമുക്ക്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നല്ല അസോസിയേഷൻ വേണമെന്ന് പറയുന്നത്. നല്ല ഫയർഡപ്പ് ആയിട്ടുള്ള വല്ല സീരിയസ് ആയിട്ടുള്ള ഡിവോട്ടീസിൻ്റെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇടയിൽ വെച്ച് ഇത് ബ്രേക്ക് ആവാനും സാധ്യതയുണ്ട്. സോ ബിക്കോസ് നമ്മുടെ കണ്ടീഷനിങ് ഈസ് വെരി വെരി ഡീപ്പ്. നമ്മൾ ഈ മെറ്റീരിയൽ സാധനങ്ങളോടും ഈ സെൻസസിൻ്റെ എൻജോയ്മെൻറ്റിനോടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ ഡീപ്പ് റൂട്ടഡാണ്. ആക്ച്വലി ഭയങ്കര ഡീപ്പ് റൂട്ടഡാണ്. സോ അതിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത് വലിയ സ്ട്രഗിളാണ്. ആക്ച്വലി വലിയൊരു ബാറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മായക്കെതിരെ. സോ അതിൽ ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതാണ് ഇവിടെ ശിലപ്രഭാത് പറയുന്നത്. ഇങ്ങനെയുള്ള ഭക്തരെക്കുറിച്ച്, നമ്മളെപ്പോലുള്ളവരെ കുറിച്ചല്ല. വൺസ് ഓൾറെഡി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൺട്രോളിൽ ആക്കിയിട്ടുള്ള ഒരാളെക്കുറിച്ച്, കോൺഷ്യസ്നസ് പ്യുവറായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച്. അങ്ങനെയുള്ളവർക്ക് വേറൊന്നിനും താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും, ഈവൻ പറയുന്നു ഭഗവാൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ പോലും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതാണ് പറയുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെയും ഉപദ്രവിക്കുന്ന രീതിയിലോ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ഒരു കാര്യങ്ങളും ചെയ്യില്ല, ഒഫെൻസീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല. അതാണ് പറയുന്നത്. എന്നാൽ ഇവിടെ അർജുനൻ്റെ സിറ്റുവേഷൻ, അപ്പോൾ നമ്മൾ ചിന്തിക്കും അർജുനൻ അപ്പോൾ യുദ്ധം ചെയ്യാൻ പോകണം, മറ്റുള്ളവർക്ക് വേദനിപ്പിക്കാൻ, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഓപ്പോസിറ്റ് പാർട്ടിക്ക് വേദന ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലുന്നു, അല്ലേ? അപ്പോൾ അതെങ്ങനെ ശരിയാവുന്നത്? ഇവിടെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ശിലപ്രഭാജി അതാണ് പറയുന്നത്. ആക്ച്വലി അർജുനൻ ഫോളോ ചെയ്തത് ഭഗവാന്റെ ഓർഡറാണ്. സോ ഭഗവാൻ പറഞ്ഞു, അത് ആ ഓർഡർ ക്യാരി ചെയ്യുന്നു, ഓർഡർ അദ്ദേഹം നിറവേറ്റുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു റിയാക്ഷനും വരാൻ പോകുന്നില്ല. മാത്രമല്ല കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നടക്കുന്നത് എന്താണ്? ആക്ച്വലി ആരുടെയും ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല, നമുക്കറിയാം, അല്ലേ? നമ്മളിത് 2ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ശ്ലോകം? കേൾക്കട്ടെ. ശ്ലോകം കാണാതെ പഠിച്ചവർ കുറേ പേരുണ്ട് ഇവിടെ. ശ്ലോകം ഏതാണെന്ന് കേൾക്കട്ടെ. 2nd ചാപ്റ്ററിലെ സംസിജീർണാനി യഥാ വിഹായ. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മള് പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ ഇടുന്നത് പോലെയാണ് ഈ ദേഹം വിടുന്നത്. അങ്ങനെയാണ് പ്രഭുജി. അല്ല, അത് കറക്റ്റാണ്. അത് ശ്ലോകം ഓക്കെ. പക്ഷെ ഇവിടെ പറയുന്നത് ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആത്മാവിനെ നശിപ്പിക്കാൻ ഓക്കെ. അജോ നിത്യോ ശാശ്വതോ യം പുരാണോ ന ഹന്യതേ ന ഹന്യമായ ശരീരം. ഓക്കെ, വെരി ഗുഡ്. സോ ഒരു ശ്ലോകമല്ല, ഇതുപോലെ കുറേ ശ്ലോകങ്ങളുണ്ട്.
അവിടെയൊക്കെ പറയുന്നത് ഇതാണ്, ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതായത് ആയുധം കൊണ്ടോ വെള്ളം കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും നശിപ്പിക്കാൻ സാധിക്കില്ല. സോ ഇവിടെ സംഭവിക്കുന്ന കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ സംഭവിക്കുന്നത് എന്താണ്, വെറുതെ അവരുടെ ഡ്രസ്സ് മാറുന്നു എന്ന് മാത്രം, അവരുടെ ബോഡി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആക്ച്വലി. സോ അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്കൊന്നും സംഭവിക്കുന്നില്ല ആക്ച്വലി. അതാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. സോ അതൊരു അണ്ടർസ്റ്റാൻഡിങ്. അതിൻ്റെ എക്സ്ട്രാ വൺ മോർ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. കാര്യം ഭഗവാന്റെ പ്രസൻസിലാണ് നടക്കുന്നത്, ഭഗവാന്റെ പ്രസൻസിലാണ് ഇവരൊക്കെ മരിക്കുന്നത്. സോ ആക്ച്വലി നമ്മുടെ ആചാര്യന്മാർ പറയുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മുക്തി കിട്ടി എന്നാണ് പറയുന്നത്. അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ക്വാളിഫൈഡ് അല്ലാത്തവരും ഉണ്ടായിരുന്നു. ബിക്കോസ് ഭഗവാന്റെ പ്രസൻസിൽ നടന്നുകൊണ്ട് അവർക്കെല്ലാവർക്കും പരംപദത്തിലേക്ക് പോയി എന്ന് പറയുന്നു. ദി ഓൾ ഗോട്ട് ഗുഡ് ഡെസ്റ്റിനേഷൻ, ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ ഈ ഒരു കുരുക്ഷേത്ര യുദ്ധം സ്പെഷ്യലായിട്ടുള്ളൊരു ഒക്കേഷനാണ്. നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ ആരെയും ഇതേപോലെ യുദ്ധത്തിൽ കൊല്ലാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മുടെ ഡ്യൂട്ടി അതല്ല. ക്ഷത്രിയനായിട്ടുള്ള അർജുനൻ്റെ ഡ്യൂട്ടി ആയിരുന്നു ധർമ്മത്തെ സ്ഥാപിക്കുക എന്നുള്ളതൊക്കെ, അധർമ്മികളെ അവസാനിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ഡ്യൂട്ടി എന്താണ്, നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഡ്യൂട്ടീസ് പ്രോപ്പർലി ചെയ്യുക. ആ ഡ്യൂട്ടീസ് എങ്ങനെ ചെയ്യണം, ഇവിടെ ഭഗവാന്റെ ഓർഡർ അനുസരിച്ചിട്ട് അർജുനൻ യുദ്ധം ചെയ്യുന്നത്. അതേപോലെ ഭഗവാന്റെ ഓർഡർ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്നവർക്ക് നമ്മൾക്കുള്ള ഓർഡർ എന്താണ്, വാട്ട് എവർ യു ആർ ഡൂയിങ് അത് എനിക്ക് സമർപ്പിച്ചിട്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പോകുന്നതാവട്ടെ, മറ്റുള്ള എന്ത് കർമ്മങ്ങളാവട്ടെ, നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെ സമർപ്പിക്കാം ഭഗവാന്? അതായത് നമുക്ക് വരുമാനത്തിൻ്റെ ഒരു ഭാഗം, കുറച്ച് ഭാഗം ഭഗവാന്റെ സർവീസിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും, കൃഷ്ണാവബോധത്തിലുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നു. ഈവൻ വീട്ടിൽ ഭഗവാന് പ്രസാദം ഭോഗം ഉണ്ടാക്കി കൊടുക്കുന്നു. അതും ആക്ച്വലി നമ്മുടെ വരുമാനത്തിൻ്റെ ഭാഗമാണ്. പൈസ വരുന്നതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കാനും വാങ്ങിക്കാനും ഒക്കെ സാധിക്കുന്നത്. അതിനുശേഷം നമ്മളത് ഭഗവാന് സമർപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്, അല്ലേ? സോ ബേസിക്കലി നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിലും അത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഇതാണ് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ, നമുക്കുള്ള ടേക്ക് ഹോം. അതാണ് അർജുനനെ സംബന്ധിച്ച് യുദ്ധം ചെയ്യലായിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് അർജുന. ഫോർ അസ്, നമ്മളെ സംബന്ധിച്ച് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശ്രീല പ്രഭുപാദ് പറയുന്ന പോലെ കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുകയാണെങ്കിൽ ആ കർമ്മങ്ങളൊക്കെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമ്മുടെ ബന്ധനത്തിന് കാരണമാവില്ല എന്നുള്ള ഉറപ്പാണ് ഭഗവാൻ തരുന്നത്. ഒരു റിയാക്ഷനും നമുക്ക് വരാൻ പോകുന്നില്ല. ബിക്കോസ് നമ്മൾ കൃഷ്ണാവബോധത്തിൽ ചെയ്യുകയാണെങ്കിൽ, ഇനി അല്ല നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് തോന്നിയത് ചെയ്യുകയാണെങ്കിൽ, ഭഗവാനെ മറന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിയാക്ഷൻ ഉണ്ടാവും. അതിന് ഡെഫിനറ്റ്ലി റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ നമ്മൾ ഗോ ത്രൂ ചെയ്യേണ്ടി വരും. ഓക്കെ ഓൾ റൈറ്റ്. നമുക്കപ്പോൾ ഇവിടെ നിർത്താം. ബാക്കി 8ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു.